ഹായ് 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 ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 8 മണിയായിട്ടോ. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. വണ്ടി കുറച്ചൊന്ന് മുന്നോട്ട് മാറ്റിയിട്ടു. ഇന്നലെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ ഫുള്ള് കൊതുകായിരുന്നു. ആ ഫാൻ ഇട്ടിട്ട് ഒരു ചന്ദനത്തിരിയും കത്തിച്ച് ഗുഡ് നൈറ്റും കത്തിച്ചിട്ട് വരെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കടിയോട് കടിയായിരുന്നു. അടിച്ച് കൊല്ലാനേ സമയം ഉണ്ടായിരുന്നു. അറിയില്ല, കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടൊന്നുമില്ല. എന്നോട് ഇവിടെ വണ്ടി സൈഡിൽ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ രാവിലെ സാറുമായിട്ട് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞേക്കണേ. ഞാനിപ്പോൾ കമ്പനീൻ്റെ മുമ്പിലുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ടോയ്ലറ്റ് കിട്ടുമെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് വരാം. ഇതാട്ടോ ടാറ്റ ഷോറൂമിൻ്റെ ടോയ്ലറ്റ്. കുഴപ്പമില്ല, നീറ്റാണ്. കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ 9 മണിയായിട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നു. ഞാൻ ഇതിലെ കൂടെയൊക്കെ കുറേ നടന്നു കേട്ടോ. ഇവിടുത്തെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ഒന്നും കാണിക്കാനൊന്നുമില്ല. ആ സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിക്കും. 9:00 നമുക്ക് വണ്ടി ഉള്ളിൽ കയറ്റേണ്ടതെന്നാണ് പറഞ്ഞേക്കണം. ഞാൻ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ വണ്ടി കയറ്റിക്ക് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ജോബ് കാർഡ് ചെയ്തോന്ന് പറഞ്ഞത്. അറിയില്ല, എനിക്ക് കയറ്റിയിട്ട് ലാസ്റ്റ് എന്തെങ്കിലും പറയുമെന്നറിയില്ല. നോക്കാം എന്തായാലും. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇവിടെ തന്നെ കഴിക്കാം കേട്ടോ. ഇഡ്ഡലി, ചട്നി. ഇഡ്ഡലി ഇത് ഇവിടെ ഉള്ളൂ കേട്ടോ. ഞാൻ ദോശക്ക് പറഞ്ഞിട്ടുണ്ട്. ദോശ വിട്ടായിരുന്നു. കട്ടിയുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചു. വളരെ നല്ല ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ അതിനെക്കാട്ടിയും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 രൂപയാണ്. ഞാൻ 2 ദോശയും ഒരു സിംഗിൾ ഓംപ്ലേറ്റും 2 ഇഡലിയും കഴിച്ചപ്പോൾ 45 രൂപ. നല്ല ലാഭമാണ്. നല്ല ഫുഡുമായിരുന്നു. നല്ല നീറ്റായിരുന്നു. കുഴപ്പമില്ല. ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ ഇപ്പോൾ 9:00 ആകാനേ. ഇനിയിപ്പോൾ ഉള്ള പണി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ട്രെയിലർ അയച്ചു വെക്കണം. ഞാൻ ഇതുവരെ ട്രെയിലർ അയച്ചു വെച്ചിട്ടില്ല. എങ്ങനെയാണ് അഴിക്കേണ്ടതെന്നൊക്കെ യൂട്യൂബിൽ നോക്കി അറിയാം. ഞാനിതുവരെ അഴിച്ചിട്ടില്ല. അഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുവരെ ട്രെയിലർ അഴിക്കാൻ അറിയാത്ത ഒരാൾ ട്രെയിലർ അഴിക്കുന്നതും അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എല്ലാം കാണാം. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. ഇവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട്. എന്നോട് ട്രൗസർ അഴിച്ചു വെക്കാൻ പറഞ്ഞു. ട്രൗസറല്ല, പാൻ്റ് എടുത്തിടാൻ പറഞ്ഞു. ലേഡീസ് ഉള്ളതുകൊണ്ട് പാൻ്റ് എടുത്തിടുന്നു. എനിക്കറിയാൻ പാടില്ല എന്താ ഉദ്ദേശിച്ചാണ്. എന്നാലും നമ്മൾ അവർ പറയുന്നത് മാനിച്ചുകൊണ്ട് നമ്മൾ മുണ്ടെടുത്തിടാം. പാൻറ്റില്ല, മുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ. പിന്നെ എന്നാലും എന്തുകൊണ്ടായിരിക്കും പാൻറ് എടുത്തിടാൻ? പക്ഷേ ഇങ്ങനത്തെ കൂറ സെറ്റപ്പിലാണോ ഞാൻ വന്നേക്കണം? സമയം ഇപ്പം രാവിലെ 10 മണിയായിട്ടോ. ഇതുവരെയായിട്ട് ഷോറൂം ഓപ്പൺ ആയി. ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുവരെയായിട്ട് ഓപ്പൺ അല്ല. വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് അവർ ബെല്ലടിച്ചത്. 10:10. അറിയില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത്ര നമുക്ക് ഈ പണി വർക്ക് കഴിഞ്ഞാൽ അടുത്ത ലോഡ് ഇനി ആകത്തുള്ളൂ. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് കാര്യമായ പണിയൊക്കെ ആണെങ്കിൽ വണ്ടി മാറ്റിത്തരാനൊക്കെ പറയണം. കുറേ ദിവസം എടുക്കുന്ന പണിയൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല. ഇന്നലെ വൈകുന്നേരം വണ്ടി ലാസ്റ്റ് അവിടുന്ന് ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് ഒരു വൈറ്റ് സ്മോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻജിൻ പണിയാണോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. നോക്കാം. അങ്ങനെ ട്രെയിലർ ഇവിടെ അയച്ചു വെച്ചിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് പോകാനാണ് പറഞ്ഞേക്കണേ. എങ്ങനെയായി ട്രെയിലർ അഴിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ അഴിച്ചിട്ട് ഇട്ടാണോ തിരിച്ചിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. പണി പാളിയല്ലോ ഗൈസ്. ഇത് തിരിയണില്ല ഗൈസ്. താഴ്ന്നുണ്ടോ? താഴെ മാരിയൊന്നും കാണില്ല. ഫൈനലി ലെഗ് താത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. വേറെ ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ജസ്റ്റ് താത്ത് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഇനി എന്തായാലും ട്രെയിലറിൻ്റെ ബ്രേക്ക് അയച്ചിടുന്ന സമയത്ത് എന്തായാലും ട്രെയിലർ ലോക്കാവും. അപ്പോൾ നമുക്ക് ട്രെയിലറിൻ്റെ ബ്രേക്കും ഇലക്ട്രിക് കണക്ഷനൊക്കെ റിമൂവ് ചെയ്യാം.
ആദ്യം നോക്കേണ്ടത് ഇത് ഏതൊക്കെ എവിടെയൊക്കെയാണെന്ന്. യെല്ലോ ലെഫ്റ്റ്, റെഡ് റൈറ്റ്. ഓക്കെ, ആദ്യം നമുക്ക് ഇത് അയച്ചു നോക്കാം. പവർ അയച്ചു. ഇതാണ് കേട്ടോ പവർ കേബിള്. അയച്ച് മാറ്റി വെച്ചു. ഒരു എയർ, യെല്ലോ എയർ ഞാൻ അയച്ചു. റെഡിൻ്റെ എയർ അയച്ചു. ഓക്കെ, കേബിളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. റെഡ് ലെഫ്റ്റ്, യെല്ലോ ലെഫ്റ്റ്, റെഡ് റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ട്രെയിലറിൻ്റെ ലോക്ക് അഴിക്കാം. ഫിഫ്ത്ത് വീലിൻ്റെ ലോക്ക് വരുന്നത് ഇവിടെയാണ് ലോക്ക് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഉണ്ടാവും. ഇത് ഞാൻ പൊന്തിച്ച് വെച്ചിട്ട് ഇതിനെ റൈറ്റിലേക്ക് വെച്ചിട്ട് നോക്കട്ടെ. ആ ട്രെയിലറിൻ്റെ ലോക്ക് ജാമാണ് കേട്ടോ. അത് എന്നെ കൊണ്ട് വലിച്ചിട്ട് വരുന്നില്ല. ഒരു സർവീസ് സെൻറ്ററിന് അവരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. ആ ടൈറ്റ് അത് ചിന്നതാ വലിച്ചാൽ കൂടെ വെളിയിൽ വരാൻ വേണ്ടിയതാ. അവർ ചെക്ക് ചെയ്യാണ് കേട്ടോ. ആ ലിവർ വെച്ച് വലിച്ചു കേട്ടോ. ഓക്കെ ഓക്കെ, വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ പോയി, ചെയിനൊക്കെ ട്രെയിലറൊക്കെ അയച്ചു വെച്ചു. ഇനിയിപ്പോൾ വണ്ടീൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് കാർഡ് എഴുതി വെച്ചേക്കാണ്. അറിയില്ല എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. വണ്ടീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. സമയം ഇപ്പം 3:30 ആയിട്ടോ. ഇതുവരെ ആയിട്ട് വണ്ടീൻ്റെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എന്തോ പ്രശ്നം പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫുഡ് കഴിക്കാൻ പോയത്, ഇത്ര സമയം വെയിറ്റ് ചെയ്തു, നടന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ 3:30 ഈ സമയത്താണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കണേ. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ 3 പൊറോട്ടയും മുട്ട പൊരിയൽ ഇന്നലെ കഴിച്ച സെയിം സാധനം. ഇവിടെ 100 രൂപ കേട്ടോ. 20 രൂപ ഒരു പൊറോട്ടയ്ക്ക്. ചെറിയ പൊറോട്ട, നാട്ടിലെ പൊറോട്ട പോലെ ഒന്നല്ല, ചെറിയ പൊറോട്ടയാണ്. 20 രൂപ ഒരു പൊറോട്ടയ്ക്ക്. മുട്ട പൊടിമാസ് അതിന് 40 രൂപ. ഇവിടെയൊക്കെ നല്ല റേറ്റ് ആട്ടോ ഫുഡിനൊക്കെ. പൊറോട്ടക്കൊക്കെ 20 രൂപ. നമ്മുടെ നാട്ടിൽ 15 രൂപയും കണ്ടല്ലേ, 15 12. ഇപ്പോഴും 12 രൂപയ്ക്കൊക്കെ പൊറോട്ട കൊടുക്കുന്ന സ്ഥലം കയറി. വണ്ടി എപ്പോഴാണ് ഇനി റെഡിയാക്കാമെന്ന് അറിയില്ല. എനിക്ക് ആകെപ്പാടെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. കണ്ടോ എൻ്റെ ട്രെയിലർ ഇവിടെ കിടക്കുക. എന്താ ഇപ്പോൾ ഫുഡ് കഴിച്ച് പോകുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും റെഡിയാക്കാൻ തുടങ്ങിയെന്നെല്ലാം നോക്കാം നമുക്ക്. എൻ്റെ വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ ആ വണ്ടിക്കകത്തുണ്ട്. ഞാനെല്ലാം അങ്ങനെ വെച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കോ. എന്തെങ്കിലുമൊക്കെ മിസ്സാകുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്. വേറെ നിവൃത്തിയില്ല, അങ്ങനെ വെച്ചിട്ട് വരാനോ. സമയം ഇപ്പം 4:50. ഇന്നെന്തായാലും വർക്ക് നടക്കില്ല. വണ്ടി ഇവിടെ തന്നെയാണുള്ളത്. പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് കിലോമീറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. മുന്നേ വർക്ക് ചെയ്ത ഷോറൂമിൽ കിലോമീറ്റർ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അത് റെഡിയാക്കണ്ട. ആ ഷോറൂമുകാർ ആ കിലോമീറ്റർ റെഡി ചെയ്യാണ്ട് ഇവിടെ നിന്ന് ജോബ് കാർഡ് ഇടാൻ പറ്റില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ പോസ്റ്റാണ്. അപ്പം നാളെ ഇൻ കേസ് ഇത് റെഡി ആയിട്ട് വർക്ക് സ്റ്റാർട്ടായാലും നാളെ വർക്ക് കഴിയുമെന്നറിയില്ല. നോക്കാം. സമയം ഇപ്പോൾ 7:30 ഞാനൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുളിച്ചു. കുഴപ്പമൊന്നുമില്ല, നല്ല ബാത്റൂമായിരുന്നു.
കുഴപ്പമൊന്നുമില്ല. ഇത്രയും ദിവസത്തെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബാത്റൂം ആയിരുന്നു. പക്ഷേ അരമണിക്കൂർ എടുത്ത് ഒരു ബക്കറ്റ് വെള്ളം എന്നറിയാൻ അത്ര കുഴപ്പമുള്ളൂ. തുണിയൊന്നും വാഷ് ചെയ്തില്ല. ഇനിയിപ്പോൾ ഞാൻ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് എൻ്റെ ട്രെയിലറിൻ്റെ അടുക്കെ തന്നെ കൊണ്ടിടാൻ പോവാണ്. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ 1-2 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ട്രെയിലർ പുറത്ത് വെച്ചെടുക്കിയെന്ന് ആൾക്കാർ രാത്രിക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് ട്രെയിലർ വലിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ ഞാൻ ആജീവനാന്ത കാലം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. എനിക്കങ്ങനെ എത്രയും പെട്ടെന്ന് ചാടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചാടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് പുറത്ത് ട്രെയിലറിന് അടുപ്പിച്ചിട്ട് വെക്കും. അതായത് മുന്നിൽ വേറൊരു വണ്ടി വന്നിട്ട് ട്രെയിലർ ഹുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ അടുപ്പിച്ച് വെക്കാനാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. ഞാൻ എന്തായാലും എടുത്തു വെക്കട്ടെ. എന്നിട്ട് ഇനി കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഉണ്ടാവില്ല. ഞാനിനി ഉറങ്ങാൻ പോവാണ്. ഭക്ഷണമൊന്നും കഴിക്കണില്ല, വിശക്കണമെന്നില്ല, മൈൻഡൊക്കെ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഒട്ടുമിക്ക ഡ്രൈവേഴ്സിൻ്റെ അവസ്ഥ. എൻ്റെത് മാത്രമൊന്നുമല്ല, ഒട്ടുമിക്ക എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. ഞാൻ ഒന്ന് കൊണ്ടുപോയിട്ടെ. ഇപ്പോൾ വേറെ വണ്ടി ഒന്നും ആ ട്രെയിലറിന് മുന്നിലില്ല. ഞാൻ ലേറ്റ് ആകുമ്പോൾ മുന്നിൽ ഏതെങ്കിലും വണ്ടി കൊണ്ടുവച്ചോളൂ. ഓക്കെ. ഒരുപാട് അകത്തൊന്നല്ല വെച്ചേക്കണേ, ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അതാണ് കിങ് എന്ന് പറയുന്ന സാധനം, കിങ് പിന്ന് എന്ന് പറയും. ഈ കിങ് പിന്നാണ് 5th വീലിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണ സാധനം. പിന്നെ ഞാൻ കയറ്റിയിട്ടില്ല, കുറച്ച് പുറത്തേക്ക് മാറ്റി വെച്ചു അത്ര. എന്നാൽ പിന്നെ എനിക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഉറങ്ങാൻ പോവാണ്. എന്നത്തെയും പോലെ വളരെ നിരാശനായിട്ടാണ് ഞാൻ ഇന്നും കിടക്കാൻ പോകുന്നത്. വല്ലാണ്ട് മൂഡ് ഓഫാണ്. നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ആയിപ്പോയല്ലോ. 1-2 ദിവസമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത്. ഇത് എപ്പോഴെങ്കിലുമൊക്കെ ആൾട്ടും ഓക്കെയാണ്, ഒരാഴ്ചയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ. ഇത് വല്ലാണ്ട് ആൾട്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അറിയില്ല. ഒന്നാമത് അവർ നേരത്തെ ഈ വണ്ടി വർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ വർക്കെങ്കിലും അങ്ങ് തീർന്നു പോകായിരുന്നു. ഇത് അതും നടന്നില്ല. ഉള്ളിൽ പോയിട്ട് ലോഡും കിട്ടിയില്ല. ആകെപ്പാടെ നെഗറ്റീവാണ്. ഇവിടുന്ന് രാത്രിക്ക് ഉറങ്ങൽ, ഒന്ന് കൊതുകടി, 2 ഈ ഹൈവേ കൂടെ വണ്ടി പോകുമ്പോയില്ലേ ഈ വണ്ടി ഇങ്ങനെ കിടന്ന് കുലുങ്ങും കേട്ടോ. അതായത് ഒരു ഭൂമി കുലുക്കൊക്കെ പോലെ ഇങ്ങനെ ഒരു വണ്ടി പുറത്തേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെ കിടന്ന് കുലുങ്ങുള്ളിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ആവും. അത് പെട്ടെന്ന് വിചാരിക്കും ചെറിയ വൈബ്രേഷൻ ആയിരിക്കും, പക്ഷെ ഉറക്കം ഞെട്ടിക്കുന്ന രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടാകും കേട്ടോ ചില സമയത്ത്. ഓരോ വണ്ടികളൊക്കെ വലിയ ഹെവി വണ്ടികളൊക്കെ സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വൈബ്രേഷനാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്കിന്ന് പറയാനുള്ളൂ. എല്ലാ ദിവസവും നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ ഷെയർ ചെയ്യാനുള്ളൂ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഉന്മേഷവും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോസ് ഇടുന്നതിനും വീഡിയോസ് എടുക്കുന്നതിനൊക്കെ നല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എഡിറ്റ് ചെയ്യാനും ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും തീരെ താല്പര്യമില്ല കേട്ടോ. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റണില്ല. ഞാനിങ്ങനെ വെറുതെ ചുമ്മാ ഇരുന്നും കിടന്നൊക്കെ നേരെ സമയം കൂട്ടാം. അല്ല, ഞാനിപ്പം റണ്ണിങ്ങിലാണ്, വർക്ക് ചെയ്യാണ്, ഓടിക്കൊണ്ടിരിക്കുന്നൊക്കെ സമയത്ത് എനിക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ വരെ ഞാൻ ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ഇരിക്കുമ്പോൾ വരെ ഞാൻ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനൊക്കെ കോൾ ചെയ്യും. ഇത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊന്നും നടക്കുന്നില്ല. ഫ്രണ്ട്സിനെ കോൾ ചെയ്യാനും തോന്നണില്ല, ആരെയും കോൾ ചെയ്യാനും തോന്നണില്ല, സംസാരിക്കാനും തോന്നണില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് കേട്ടോ ഞാൻ. ആകെപ്പാടെ ഭയങ്കര മൂഡ് ഓഫ് ആവും അങ്ങനെ. അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല. ഞാൻ കിടക്കാൻ പോവാണ്. കൊതുകിനെ കൊണ്ടുള്ള ആറാട്ടാട്ടോ. ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. ഒരുപാട് കൊതുകുണ്ട്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ കൊതുകുണ്ട്, ഇവിടെ ആണെങ്കിൽ കൊതുകുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഡ്രൈവേഴ്സ് ലോഞ്ച് ഉണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കിടന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാനുണ്ട്, പക്ഷേ ഒരുമാതിരി എന്തോ ഒരു സ്മെല്ലാണ് അതിൻ്റെ ഉള്ളിൽ. അതിനെക്കാട്ടിയും ബെറ്റർ എനിക്ക് ഇവിടെ തന്നെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ നല്ല കുഷ്യൻ്റായിട്ടുള്ള സോഫയുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വണ്ടിയിൽ തന്നെ കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമില്ല.